വെൽക്കം ടു അൻസാർ ട്രാവൽ ടേസ്റ്റ്. ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ ഇന്ന് എൻ്റെ 2-3 ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ എപ്പോഴെപ്പോഴും ഫ്രണ്ട്സ്. എനിക്ക് കുറേ ഫ്രണ്ട്സ് ഈ ഫുഡിൻ്റെ ഇഷ്ടപ്പെടുന്ന കുറേ ആൾക്കാരുണ്ട്. എനിക്ക് 2-3 കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം മീൻസ് ബിരിയാണി, ബെസ്റ്റ് ബിരിയാണി എന്ന് പറഞ്ഞത്. അപ്പോൾ ഞാൻ അവന്മാർ കഴിഞ്ഞ വെള്ളിയാഴ്ച എന്ന് പറഞ്ഞാൽ ഹയ ബ്ലോക്ക് 10 ബീഫ് ബിരിയാണി ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ആ ബിരിയാണി മേടിച്ചായിരുന്നു കഴിഞ്ഞ വെള്ളിയാഴ്ച. മേടിച്ചിട്ട് ഞാൻ കഴിച്ചപ്പോൾ സൂപ്പർ ബിരിയാണി ആയിരുന്നേ. അപ്പോൾ ഇന്ന് ആ വീഡിയോ വന്നപ്പോൾ ഇന്ന് ഞാൻ ഹയയിലെ ബീഫ് ബിരിയാണി ചോദിച്ചപ്പോൾ ബീഫ് ബിരിയാണി തീർന്നു. അപ്പോൾ ഞാനും എൻ്റെ സുഹൃത്തും കൂടി 2 ചിക്കൻ ബിരിയാണി വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, കാണാൻ പറ്റുമോ? ഇത് ഒരു ചിക്കൻ ബിരിയാണിക്ക് 1,750 ബിരിയാണി. എന്നാൽ അത്യാവശ്യം വാഴയിൽ പൊതിഞ്ഞ് വരുന്ന അത്യാവശ്യം ക്വാണ്ടിറ്റിയാണ്. ഞാൻ ബീഫ് ബിരിയാണി മേടിച്ച് കഴിച്ചപ്പോൾ ഒരു രക്ഷയില്ല. ഞങ്ങൾക്ക് 2 പേർക്ക് ഒരു ബിരിയാണി മതി, 2 പേർക്ക് കഴിക്കാൻ. അപ്പോൾ ഞങ്ങളെന്നാൽ ഒരു ബിരിയാണി വാങ്ങാൻ പറയുമ്പോൾ പുള്ളിക്കാരൻ്റെ നമുക്ക് 2 ബിരിയാണി മേടിക്കാം, അവിടുത്തെ ക്വാണ്ടിറ്റിയിൽ എങ്ങനെയുണ്ട് നോക്കാൻ വേണ്ടി. അങ്ങനെ ഞങ്ങൾ 2 ബിരിയാണി വാങ്ങി. അപ്പോൾ കീറ്റിലാണ് വാങ്ങിയത് കേട്ടോ. ഓക്കെ, കീറ്റിൽ ഇത് ഇവിടുത്തെ ജിർജിർ മറ്റേ സലാഡ് പോലുള്ള. ഓക്കെ, പിന്നെ അതിൻ്റെ പിക്കിളും ഉണ്ട്. അതിൻ്റെ ഇത് പിക്കിൾ കഴിഞ്ഞിട്ട് റൈത്ത കേട്ടോ, റൈത്തയാണത്. പിക്കിള് അതിൻ്റെ റൈത്ത അതിൻ്റെ കൂടെ. ഓക്കെ, ഇതാണ് നമ്മുടെ താരം. ചിക്കൻ ബിരിയാണി കേട്ടോ, വാരയിൽ പൊതിഞ്ഞ് കൈമ റൈസിൽ വരുന്ന ബിരിയാണിയാണേ. ഫസ്റ്റ് വൺ ഞാൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം കേട്ടോ. ഓപ്പൺ ചെയ്യാം. സത്യം പറഞ്ഞാൽ എനിക്ക് അവിടുത്തെ ബീഫ് ബിരിയാണി ഭയങ്കര ഇഷ്ടമായിരുന്നു. ബീഫ് ബിരിയാണി ഞാൻ വിളിച്ച് ചോദിച്ചപ്പോൾ തീർന്നു പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ ചിക്കൻ ആക്കിയത്. പക്ഷെ ഇത് ക്വാണ്ടിറ്റി വെളിയിൽ പോയി കേട്ടോ. വെളിയിൽ പോയായിരുന്നു കേട്ടോ. മാറി പൊതിഞ്ഞ് സെറ്റായി കാണത്തില്ലായിരിക്കും. ഓക്കെ, ഇത്രയും ക്വാണ്ടിറ്റിയാ. 1,750 ഈ ബിരിയാണി റൈസ്. നോക്കി, നല്ല ക്വാണ്ടിറ്റി ഉണ്ട്. ഇത് ചിക്കൻ ബിരിയാണി ഞാൻ ഫസ്റ്റ് ടൈമാണ് കഴിക്കുന്നത്. ചിക്കൻ ബിരിയാണി, ബീഫ് ബിരിയാണി ഒരു രക്ഷയില്ല സാധനം. ബീഫ് ബിരിയാണി എന്തോ 1 പീസോ 1 പീസ് ആയി 2 പീസേ 2 പീസുള്ളൂ. 3 പീസുള്ളൂ കേട്ടോ. 3 പീസും അത്യാവശ്യം ക്വാണ്ടിറ്റി ഉള്ള റൈസും. ഓക്കെ, ഇതിൻ്റെ അകത്ത് അതിൻ്റെ റൈത്ത ഞാൻ കഴിച്ച് കാണിക്കാം. അതിൻ്റെ റൈത്ത ഇപ്പോൾ ഒഴിക്കില്ല കേട്ടോ. റൈത്ത, അതിൻ്റെ പിക്കിൾ, അച്ചാർ. ഇതെന്താ അച്ചാറ് നോക്കട്ടെ ഫസ്റ്റ്. വാവ്, മാങ്ങ അച്ചാർ. എൻ്റെ ഫേവറാണ് മാങ്ങ അച്ചാർ. നോക്കി, നാരങ്ങ അച്ചാർ എനിക്ക് ഒരു കാശ് ഇഷ്ടമുള്ള സാധനമാണ്. മാങ്ങ അച്ചാർ സൂപ്പറാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മാങ്ങ അച്ചാർ. അപ്പം അതെ, നമുക്ക് പപ്പടം ഇല്ല കേട്ടോ. ഇതിൻ്റെ പപ്പടം ഇല്ലായിരുന്നു. അത് ഈ മസാലയിൽ കുറച്ച് മസാല, ഒരു ചിക്കൻ്റെ ഒരു പീസ്. ഇത് എനിക്കൊന്ന് ഫ്രൈഡ് ചെയ്ത് വരുന്ന ചിക്കനാണെന്ന് തോന്നുന്നു കേട്ടോ. ആണെന്നോ, ഫ്രൈഡ് ചെയ്ത ചിക്കനാട്ടോ. ചിക്കൻ്റെ ഒരു പീസ്, നല്ല മണമുണ്ട് കേട്ടോ. കൈമ റൈസിലാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വൺ പീസും കൂടെ. ഓക്കെയാണ് ബിരിയാണി. ഈ വാഴയുടെ സ്മെല്ലുണ്ടല്ലോ, വാഴയുടെ സ്മെൽ റൈസിൽ നല്ല പിടിച്ചിട്ടുണ്ട്. അതുപോലെയാണ് ഈ ഫ്ലേവറുള്ള ചിക്കൻ പീസ് കേട്ടോ. നല്ല ഫ്ലേവറുള്ള ചിക്കൻ പീസ്. ഇത്ര റൈസും ഞാൻ കഴിക്കത്തേ ഇല്ല കേട്ടോ. പകുതി റൈസ് ആവും. ശരിക്കും പറഞ്ഞാൽ ഇത് ഒരാൾക്ക് വാങ്ങി 2 പേർക്ക് കഴിക്കാൻ പറ്റും. നല്ല വൃത്തി കഴിക്കുന്നവർക്കൊക്കെ ഇത് ഫുള്ള് കഴിക്കാം. ഒരാൾക്ക് 2 പേർക്ക് ഒരു ബിരിയാണി മേടിച്ചാൽ 2 പേർക്ക് കഴിക്കാൻ പറ്റും. അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ട്. റൈസ് സൂപ്പറാണ്. അതുപോലെയാണ് ഈ സലാഡ്. ശകലം ഒഴിച്ചിട്ട് നോക്കട്ടെ. സലാഡ്, അതിൻ്റെ സലാഡ് സലാഡ് ഒഴിച്ചിട്ട് കഴിക്കാനും സൂപ്പറായിരുന്നു. പക്ഷെ ഒരു പപ്പടം കിട്ടുവാണെങ്കിൽ സെറ്റായിരുന്നു. ഒരു പപ്പടം കിട്ടുന്ന സെറ്റായിരുന്നു. സെറ്റ് സാധനം കേട്ടോ. ബിരിയാണി എന്ന് പറഞ്ഞാൽ എനിക്ക് 100-ൽ ഒരു 10-ൽ ഒരു 8.5 മാർക്ക്, 8 അല്ല 9.5 മാർക്ക് കൊടുക്കാൻ പറ്റും കേട്ടോ. അത്രയും സെറ്റ് ബിരിയാണിയാണ്.
സാധനം വളരെ വളരെ ടേസ്റ്റ് സാധനം. ഞാനേ ഈ ഫുഡെല്ലാം വാങ്ങുന്നത് നമുക്കാരും പെയ്ഡ് പ്രൊമോഷൻ ഒന്നല്ല. കാരണം എനിക്ക് 267 സബ്സ്ക്രൈബറേ ഉള്ളൂ മൊത്തത്തിൽ. അതുകൊണ്ട് പെയ്ഡ് ഒന്നുമില്ല. ഞാൻ സ്വന്തമായിട്ട് എൻ്റെ സ്വന്തം അഭിപ്രായമില്ല ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് ആരെങ്കിലും ഹയ ബ്ലോക്ക് 10 ആണ്, ഹയ ബ്ലോക്ക് 10 ബീഫ് ബിരിയാണിയോ ചിക്കൻ ബിരിയാണിയോ മേടിച്ചു കഴിച്ചവർ കമൻറ്റ് ചെയ്യുക. അപ്പം ഇത്രേ ഉള്ളൂ. ഞാൻ ഈ ഫുഡ് മൊത്തം കഴിച്ചു തീർക്കട്ടെ. വീഡിയോ വെച്ചുകൊണ്ടിരുന്ന കാര്യം നടക്കുന്നത്. നമ്മുടെ കൂട്ടുകാരനെ വീഡിയോ എടുക്കുന്നത്, അവന് ഫുഡ് കഴിക്കണം. അപ്പം നീ നല്ലൊരു എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. കമൻറ്റ് എന്തായാലും നല്ലതായാലും പന്നലായാലും കുഴപ്പമില്ല, നിങ്ങൾ കമൻറ്റ് ചെയ്യണം. അപ്പം ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ കൊണ്ട് നിർത്തുന്നു. ഇനി നല്ല വീഡിയോ ആയിട്ട് നല്ല ഫുഡായിട്ട് വീണ്ടും കാണാം. ഗുഡ് ബൈ.